12 തവണ ചോദിച്ചിട്ടും തുടർന്ന മൌനം തെറ്റായ സന്ദേശം നൽകില്ല എന്ന ഒരു മാധ്യമപ്രവർത്തകയുടെ, ഒരു സ്ത്രീയുടെ ചോദ്യത്തെ പരിഹസിച്ച ഒരു മുഖ്യമന്ത്രി എഴുന്നേറ്റുപോയ വിധമാണ്. നിലപാടിനെ തരാതരം പോലെ വ്യാഖ്യാനിക്കുന്ന താങ്കളുടെ മറുപടികളിൽ ഉറങ്ങിപ്പോകാത്തതുകൊണ്ടാണ് സാർ ആർജവത്തോടെ വീണ്ടും ചോദിക്കാൻ അവൾക്കായത്. ആളാകെ മാറിപ്പോയി. കണ്ടാ മിണ്ടില്ല, ചോദിച്ച മറുപടിയില്ല. അങ്ങോട്ട് വിളിച്ച് ബൈറ്റ് തന്നിരുന്ന മനുഷ്യനാണ്. എന്നാലും നമ്മളോട് ഇത് വേണ്ടായിരുന്നു സതീഷേട്ടാ. ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പൊ ചോദ്യം എന്നിട്ട് പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ആദ്യം പറയാത്തതുകൊണ്ടല്ലേ രണ്ടാമത് ചോദിക്കേണ്ടി വന്നത്. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോ ചോദ്യം, ഇറങ്ങുമ്പോ ചോദ്യം. കയറുമ്പോ പറഞ്ഞിരുന്നെങ്കിൽ ഇറങ്ങുമ്പോ ചോദിക്കില്ലായിരുന്നു. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോ ഒരു മൈക്ക് എന്റെ മുഖത്ത് വന്നാ ഇടിച്ചത്. വല്ലതും പറ്റിയോ എന്തോ മൈക്കിന്? അത് ഞാൻ പഠിച്ചിട്ടല്ലേ പറയേണ്ടത്, മനസ്സിലാക്കിയിട്ടല്ലേ പറയേണ്ടത്. എന്നാൽ ആദ്യം ചോദിച്ചപ്പോ തന്നെ ഇതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ എനിക്ക് തരണം. സമ്മതിച്ചു. സംസ്ഥാനത്ത് ഇഡി റെയ്ഡും തുടർന്ന് കോലാഹലങ്ങളും ഒക്കെ തന്നെ നടക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 5 തവണ മാധ്യമങ്ങൾ കണ്ടപ്പോഴും മുഖ്യമന്ത്രിക്ക് മൗനമാണ്. അങ്ങയുടെ ദില്ലി സന്ദർശനത്തിന് ശേഷമാണ് പിണറായിയുടെ വീട്ടിലെ റെയ്ഡ് നടന്നത്. ദുരൂഹതയുണ്ട് എന്നാണ് CPM ഒക്കെ ആരോപിക്കുന്നത്. Yes, of this we'll ask off record. Sir, would you like to speak about the meeting? അഞ്ച് ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. യവ 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 യവ